ലക്ഷ്മി നക്ഷത്രയും സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണനും തമ്മിലാണ് പ്രശ്നം. എന്താ പ്രശ്നം? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സായി രേണുവിനെ നേരിട്ട് പോയി കാണുകയും സായി കൃഷ്ണ നിങ്ങൾക്കറിയാം സീക്രട്ട് ഏജന്റ്, അദ്ദേഹവും വൈഫും സിജോയും വൈഫും കൂടെ വന്നിരുന്നു. കേസ് മേടിക്കുക ചേച്ചി, എന്നാ പൈസ ഒരു നല്ലൊരു എമൗണ്ട്. ഞാൻ എമൗണ്ട് പറയുന്നില്ല, ഞാനത് പറഞ്ഞാൽ അത് വേണ്ട, ശരിയാത്തില്ല. അവൻ ரொம்ப நல்லவன், தங்கமான மனிதன். സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ ഇപ്പൊ ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോ 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. അല്ല അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഉള്ളിൽ അർത്ഥമുണ്ട്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ സംഭവം പണ്ടത്തെ പെർഫ്യൂം സംഭവവും ഒരേ ത്രാസിൽ വെച്ച് അളക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചളമായെന്നാ തോന്നുന്നത്. ലക്ഷ്മി അന്ന് പക്കാ മുതലെടുപ്പാണ് നടത്തിയത്. ഒരു പെർഫ്യൂമിന്റെ പേരും അറിഞ്ഞ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരുന്നത്. നല്ല പൈസയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ പക്ഷെ ഇവിടെ സായി ഇങ്ങനെ രേണുവിന് വെച്ചൊരു മുതലെടുപ്പ് നടത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സായിക്ക് അതിന്റെ ആവശ്യവും ഉണ്ടെന്നും തോന്നുന്നില്ല. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. സായി സഹായിക്കുന്നത് കണ്ട് മറ്റാരെങ്കിലും കൂടി രേണുവിനെ സഹായിക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതിയാണ് രേണുവിനെ സഹായിച്ച സംഭവം സായി എല്ലാവരോടും പറഞ്ഞത്. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ലേട്ടോ. മന്ദബുദ്ധിയല്ല. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പൊ തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഓക്കെ, അപ്പൊ രേണുവിനെ വീട്ടിൽ പോയി കണ്ട് സഹായിച്ചതിന് ശേഷം സായി ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചാണ് ലക്ഷ്മി ഇപ്പൊ പറഞ്ഞത്. ഇതിനെ കുറിച്ച് 2 വാക്ക് പറ. അതായത് ഈ ചേച്ചി പോണ ഇനാഗ്രേഷനിലൊക്കെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം തേച്ച് വരുന്നത് എന്താ കാര്യം? എന്താ നക്ഷത്ര ചേച്ചി അങ്ങനെ ആയിപ്പോയത്? എന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ്, രേണുവിന് ഒരു പക്ഷേ നമ്മുടെ പ്രസൻസ് സന്തോഷം ഉണ്ടാക്കുമായിരിക്കാം. ഋതപ്പൻ വരുമ്പോ വരെ മാസ്ക് ഇട്ടിട്ടാണ്. സോ കഴിയുന്നതും എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ്, രേണുവിനോട് ഇഷ്ടമുള്ളവര് കൂടുതൽ പേരും നിങ്ങൾ ഫോണിലൂടെ എന്നും വിളിച്ച് രേണുവിനെ ആശ്വസിപ്പിക്കും. കാരണം ചെല്ലുമ്പോൾ അത് എത്രത്തോളം ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവും എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. അത് ശരിയാ ലക്ഷ്മി ആ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. എനിക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്. പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നുകയല്ലോ. പണ്ടായിരുന്നെങ്കിൽ രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ലക്ഷ്മി തന്നെ ഡെയിലി വ്ലോഗ് ചെയ്യുമായിരുന്നേനെ. പണ്ട് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് അങ്ങനെ ആയിരുന്നല്ലോ. രേണുവിനെയും സുധിയെയും വെച്ച് ലക്ഷ്മി നക്ഷത്രം നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണോ അതോ ഊക്ക് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ ഒന്നും ആൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ക്യാമറയും പൊക്കി പിടിച്ച് രേണുവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകും. എന്നിട്ട് സാഡ് BGM-ഉം സ്ലോ മോഷനും ഒക്കെ കയറ്റി ഇഷ്ടംപോലെ വീഡിയോകൾ ചെയ്തേനെ. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ.